ഞാൻ ചിക്കൻ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. കേസ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാൻ പോകുന്നത്. കൈക്കൊരു എണ്ണ മൺചട്ടിയാണ് ഉണ്ടാക്കുന്നത്. കൈക്കൊരു എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ 2-3 മണി ഉള്ളിവട മണി കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ഉള്ളി ഒക്കെ കൂടെ ചതച്ചതാണ്. അതിൽ കൊത്തി കൊടുക്കുകയാണ് ഞാൻ നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. അപ്പോൾ എല്ലാവരും നന്നാക്കി ചെന്നിട്ട് പോകണം. അതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി വഴറ്റി കൂടി ചേർത്താണ് അങ്ങനെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ലോണം ഉള്ളി ഒന്ന് കഴിഞ്ഞ് തഴച്ച ഉള്ളിൽ മൂത്ത് വരട്ടെ. നല്ലോണം മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ മുട്ടസൂപ്പേക്കുള്ള കറിയാണ്. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലാണ് ഇതാണ് കുറച്ച് വെളിച്ചെണ്ണ വാങ്ങുന്നത്. ആദ്യം ഞാൻ പാർന്നെടുത്തോണം. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ വാങ്ങാനായിട്ടുണ്ട്. ഞാൻ പാർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെച്ചോ പിള്ളേരെ ഒന്നും പറയുന്നത്. അത് ഇതൊക്കെ മൂത്ത് വരുന്നില്ല. മൺചട്ടികളുടെ പുതിയ മൺചട്ടിയാണ്. അത് നമ്മൾ ഈ വരുമ്പോൾ കൊടുന്നതാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ് മൺചട്ടി. അപ്പോൾ അതിൽ നമ്മൾ ചിക്കൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഞാനായിട്ട് കൊടുക്കാൻ പോകുന്നത് ലേശം വലിയ ജീരകത്തിൻ്റെ പൊടി 1/2 സ്പൂൺ കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം നല്ല പച്ചമുളകൊന്ന് മാറി വരും. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി കൊടുക്കുകയാണ്. ഗരം മസാലപ്പൊടി കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലപ്പൊടി ഒരു 1/2 സ്പൂൺ മുളക് പൊടി. എല്ലാവരും എരിവ് ഉണ്ടാക്കിയ പച്ചമുളക് ഉണ്ടായി വെഞ്ചിയുണ്ട്. പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഞങ്ങൾ 2 പേർക്കുള്ള കറി മാത്രമേ വാങ്ങുന്നു. കുറേ ആൾക്കാരൊന്നുമില്ല. ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് എല്ലാവരുടെ കറിയൊന്നും മാത്രമില്ല. മിക്സർ ജാറിൽ വഴറ്റിയിട്ട് അത് നല്ലോണം സെറ്റായി. കുറച്ച് മസാല ചതച്ച ഉള്ള മസാലയൊക്കെ ഉണ്ടാകുന്ന കോഴിക്കറിക്ക് ഉണ്ടാക്കിയത്. നല്ലോണം കഴിച്ചറിയാം. മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് മക്കളെ കോഴിനെ കൊടുക്കാൻ പോകുന്നത്. എനിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് കറിയൊക്കെ നല്ല ഈ കറിയുടെ ആവശ്യമുള്ളൂ. കുറേ കറിയുടെ ആവശ്യമൊന്നുമില്ല. തൊള്ളക്ക് രസം കുറച്ച് കോഴിയുള്ള 1 കിലോ കോഴി എല്ലും ഇറച്ചിപ്പൊടിയും കുട്ടികളാണ് ഞങ്ങൾക്ക് കിട്ടിക്കാൻ പോകുകയാണ്. സെറ്റായി വരണം. സന്തുഷ്ട കുടുംബം മാത്രമേ ഉള്ളൂ. പരിക്കുള്ള കറികളൊക്കെ മതി. വല്ലാത്ത ഉണക്കറിയാലും രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ കറിയിലിട്ട് ഒന്ന് വെള്ളമിറങ്ങി വരാനുണ്ട്. അപ്പോൾ അത് നമ്മൾ മൂടി വെക്കാൻ പോകുകയാണ്. മൂടി വെക്കാൻ പോകുകയാണ്. അപ്പോൾ നമുക്ക് വേറെ കൂട്ടുകൾ ലെവലാക്കാം. ഹലോ ഗൈസ്, ഞാൻ ഉപ്പിടാൻ മറന്നു പോയി. അപ്പോൾ വേറെ ചിന്തയൊക്കെ എവിടെയൊക്കെ പോയി. നാട്ടിൽ നിന്ന് വന്ന വിഷമല്ലേ. ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം മതി. പേടിയാൽ നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഞാൻ അല്ലാത്തത് കൊടുക്കാൻ വീട്ടിൽ നമ്മൾ ഇളക്കി കൊടുക്കണം.